KSU പ്രവർത്തകർക്ക് ആണത്തമുണ്ടെങ്കിൽ സമരം മുൻകൂട്ടി അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. വിമർശിച്ച് കടകംപള്ളി സുരേന്ദ്രൻ. KSU പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് പരിക്കേൽക്കാനിടയായ സംഭവത്തിൽ പ്രതികരണവുമായി കടകംപള്ളി സുരേന്ദ്രൻ MLA. വീണ ജോർജിനെതിരെ KSU പ്രവർത്തകർ നടത്തിയത് പതിയിരുന്ന ആക്രമണമാണെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. KSU പ്രവർത്തകർക്ക് ആണത്തമുണ്ടെങ്കിൽ സമരം മുൻകൂട്ടി അറിയിക്കുകയാണ് ചെയ്യേണ്ടതെന്നും കടകംപള്ളി സുരേന്ദ്രൻ വിമർശിച്ചു. മന്ത്രിയെ KSU പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്നതിന്റെ CCTV ദൃശ്യങ്ങളില്ലെന്ന പ്രതിപക്ഷ ആരോപണത്തിലും കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. CCTV ദൃശ്യമുണ്ടോ എന്നുള്ളതല്ല വിഷയമെന്ന് കടകംപള്ളി പറഞ്ഞു. CCTV ദൃശ്യം വെച്ചാണോ കേരളത്തിൽ എല്ലാ കേസുകളും തെളിയിക്കുന്നതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ ചോദിച്ചു. മന്ത്രി പറയുന്നതാണ് മുഖവിലക്കെടുക്കേണ്ടത്. മന്ത്രി അവശയായി വീണതിന് കാരണം KSU പ്രവർത്തകരുടെ ആക്രമണമാണെന്ന് കടകംപള്ളി സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. CCTV ക്യാമറയിൽ തെളിയുന്ന കേസുകൾ ഉണ്ടാവും. എല്ലാ കേസുകളും CCTV വെച്ചാണോ തെളിയിക്കുന്നത്? പോലീസിന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. പോലീസിന് വീഴ്ചയുണ്ടെങ്കിൽ ഇതല്ലല്ലോ സംഭവിക്കുകയെന്നും കടകംപള്ളി സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തിന്റെ സമരചരിത്രത്തിൽ മന്ത്രിമാരെ തടയുന്ന വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. മന്ത്രിമാരെ തടഞ്ഞതിന്റെ പേരിൽ രക്തസാക്ഷിത്വം വരിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു മന്ത്രിക്ക് പോലും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. കേരളത്തിൽ ഒരു മന്ത്രിയെയും ഓടിച്ചിട്ട് പിടിക്കാൻ ആരും ശ്രമിച്ചിട്ടില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 25-ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു മന്ത്രി വീണ ജോർജിനെതിരെ KSU പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം അരങ്ങേറിയത്. റെയിൽവേ സ്റ്റേഷനിലൂടെ നടന്നു നീങ്ങിയായിരുന്ന മന്ത്രിക്ക് നേരെ KSU പ്രവർത്തകർ പാഞ്ഞെടുക്കുകയായിരുന്നു. മന്ത്രിയുടെ കൈക്കും കഴുത്തിനും പരിക്കേറ്റിരുന്നു. ആദ്യം കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ് മന്ത്രിയെ പ്രവേശിപ്പിച്ചത്. ഇവിടെ നടത്തിയ പരിശോധനയിൽ മന്ത്രിക്ക് കഴുത്തിൽ ക്ഷതം കണ്ടെത്തി. ഇതിനുശേഷം കഴുത്തിലെ വേദന കൈയിലേക്ക് വ്യാപിക്കുകയും ചെയ്തിരുന്നു. വിദഗ്ധ ചികിത്സ കണക്കിലെടുത്ത് മന്ത്രിയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില മെച്ചപ്പെട്ടതോടെ ഇന്ന് രാവിലെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. മന്ത്രി കോട്ടയത്ത് ആയുർവേദ ചികിത്സ തേടുമെന്നും വിവരമുണ്ട്.